പപ്പയും മക്കളും രാവിലെ തന്നെ തുടങ്ങിയ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതാ എണീച്ച പാട് പോയതാണ് 3 എണ്ണം പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. കത്തുന്ന കുറേ ബാക്കിയുണ്ട്, അധികം കത്തുന്നേ വാങ്ങിയത്. മക്കൾക്ക് അതാ ഇഷ്ടം. അതെടാ രാവിലെ തന്നെ എന്നാ പണിയെടുക്കുന്ന 3 ആളും? പപ്പനെ വെടിവെക്കുന്നുണ്ടാ? പപ്പനെ വെടിവെക്കാൻ പോയതാ തോക്കെടുത്തിട്ട്. ഇതാ ഇന്നലത്തെ കത്തി പൊട്ടിച്ചതിന്റെയാണ് ഇത് തേച്ചും കിടക്കുന്നത്. ഇനി ഇന്നെന്തായിരിക്കും അമ്മ മിറ്റത്തിന്റെ അവസ്ഥ? ആ ലുക്കെല്ലാം കേട്ടാ. മിലിറ്ററിയിൽ പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എനിക്ക്. മിലിറ്ററിയിലായിരിക്കോ? അതാ നല്ലത്. എടാ മമ്മിക്ക് ധൈര്യത്തിന് ഒരാളായല്ലോ നീ മിലിറ്ററിയിലെല്ലാം പോയാല്. പപ്പേനെ നമുക്ക് തോക്കെടുത്ത് ഒരു പടി. മാറ്റി മാറ്റി മാറ്റി. ഇനി ഇന്നെന്തായിരിക്കും മിറ്റത്തിന്റെ അവസ്ഥ? ഇവിടെ ഇന്റർലോക്ക് ഇട്ടത് ഇതിനു വേണ്ടിട്ടാണ്, നശിപ്പിക്കാൻ. നശിച്ചു കിട്ടും. ഇതാ ഇപ്പം കൊറേ ചെടിയെല്ലാം മിറ്റ തന്നെ എത്തി. ഇതാ വെക്കാൻ സ്ഥലം ഇല്ലാണ്ട് അല്ലേ? എല്ലാം പൊട്ടിക്കുന്നില്ല, കത്തിക്കുന്ന സാധനം വാങ്ങിച്ചത്. അതുകൊണ്ട് പേടിയില്ല അല്ലേ? പേടിക്കാനൊന്നും ഇല്ല. പക്ഷെങ്കിലെല്ലാം ചെറിയ സാധനം പൊട്ടിക്കുമ്പോൾ പക്ഷെ എല്ലാം പുതിയതായോണ്ട് എങ്ങനെയാന്ന് സംഭവിക്കുമെന്ന് പറയാൻ കഴിയൂല. പരീക്ഷണല്ലേ, ചെലപ്പോ പൊട്ടിക്കളയും. പൊട്ടുന്ന കത്തത്. പക്ഷെ കാണുമ്പോ വലിയ ഭീമാകാരം പോലെ ഉണ്ട്, നോക്കുമ്പോ ഷൂ. ക്ലീൻ ചെയ്യണ്ട മോള്. ഇന്ന് ജാനു ആണ് എല്ലാം വൃത്തിയാക്കോട്ടാ. ജാനു ഏട്ടനും അച്ഛൻ കുടിക്കല്ലേ. ദേവുട്ടാ പനി മാറിയാടാ? ദേവുട്ടിന്റെ പനി ഏതാണ്ട് ശരിയായിട്ടാ. ചൂടിനോട്ട് ഏതാണ്ട് ശരിയായിട്ടാ. ഇന്നലെ മരുന്ന് കുടിച്ചോണ്ട് ഓക്കെ ആയതാണ്, അല്ലെങ്കിൽ ഇന്ന് പനിച്ച് കിടന്നേനെ. അച്ചൂട്ടാ എന്താടാ പരിപാടി? എന്തൊരു ചിരിയാണ്. ഇതെന്ത് പടക്കാന്ന്? തോക്ക് പടക്കാ? അതെന്ത് തോക്ക് പടക്കം? പാക്കറ്റിലുണ്ടോ പറ? തോക്കിന്റെ? ഓ തോക്കോത്തെ കാന്താരിയാന്ന്. അതൊന്നും അച്ഛന് പൊട്ടിക്കാൻ പറ്റൂല. അച്ഛന് ഓടും അതിന്റെ ഒച്ച കേട്ടാല്. അങ്ങനത്തെ സാധന. പൊട്ടിക്കൂലേ? കൈമണ്ടൊക്കെ ചാടി പൊട്ടിക്കൂലേ? പൊട്ടിക്കൂലേ? പൊട്ടിക്കാ? കത്തിച്ചിട്ടോ? മോളിത് പൊട്ടിക്കുവാ? ഇത് മോള് പൊട്ടിക്കൂലേ? ധൈര്യശാലിയായ മോനിത് ഓൻ പൊട്ടിച്ചിന് ഒരു പ്രാവശ്യം. മക്കളെ പേടിയണ്ട. ശ്രുതി പൊട്ടിക്കൂ ഇത് പ്ലീസ്. ഇല്ല ഞാൻ ഇല്ല, വെറുതെ കടലാസ് വെച്ച് കത്തിച്ച് പൊട്ടിച്ചോ. കടലാസ് 1 മീറ്റർ ദൂരത്തിൽ വെച്ചിട്ട് അതിന്റെ തെറ്റത്ത് വെക്കും ഞാൻ. അമ്മേന്റെ മക്കളാട്ടെ എല്ലാം പോയി. ഞാൻ പറഞ്ഞിട്ടല്ല ഈ പുറക്കേക്ക് ചാടി പൊട്ടിക്കല്ലേ, ഹൈഡ്രോജനിലുണ്ടല്ല. അപ്പൊ ചെറുപ്പത്തിൽ ഇതിന്റെ ഭീകരത അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആൾക്കാർ മുമ്പ് സ്റ്റൈലാക്കാൻ വേണ്ടിട്ട് എടുക്കും ചടപ്പുന്ന ഏട്ടന്മാരിലുണ്ട്. അപ്പൊ ഒരിക്കലും പിടിയാ ഞാൻ പറ്റി സ്റ്റൈലാക്കാൻ വേണ്ടി എടുത്തെറിഞ്ഞ് നോക്കുമ്പോ ഇതുവരെ കൈവന്ന് തൊട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ തിരി കുറച്ച് നീട്ടില്ല ഒരു മണ്ണുള്ള ഹൈഡ്രോജൻ ഞാൻ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കി എന്നിട്ട് എറിയാൻ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതെടുത്ത് പൊട്ടി. അപ്പൊ ഈ ചിമ്മിണി വിളക്കല്ലേ പൊട്ടിയാണ് ഈ വിളക്കിന്റെ ഉള്ളിൽ നല്ല കൂടി ഒരു പുക. പിന്നെ അന്നെ നോക്കുമ്പോ ഞാൻ പുകേന്റെ ഉള്ളില് ഞാൻ ഇങ്ങനെ വട്ടം കറി കൈക്കൊന്നായില്ല. അതോടെ മോളെ ചാടിപ്പൊട്ടിക്കല് നിർത്തി കേട്ടാ. സത്യം പറഞ്ഞ ഇത് അരക്കുമ്പോ ഇപ്പൊ ചാടിപ്പൊട്ടിക്കാൻ ചെറുതാന്നൊന്നും വിചാരിക്കണ്ട, ഭയങ്കര സാധനം അത്. ഒരിക്കൽ കൈ തൊട്ടേ പിന്നെ ഇടല്ല ഈ പരിപാടിക്ക് എടുക്കൂല. ഞാനൊരിക്കൽ ഇടുന്ന മാലപ്പടക്കം പൊട്ടിച്ചിട്ടല്ല എന്റെ കൈ പൊള്ളിയത്. എന്റെ അമ്മോ, അതിന് ശേഷം ഞാൻ നിർത്തി. അച്ഛനും ചെറുങ്ങനെ എന്റെ കൈക്കാ നല്ലോണം പൊള്ളിയത്. പക്ഷെ എന്റെ കൈക്കാ നല്ലോണം പൊള്ളിയത്, ശരിക്കും പൊള്ളീന്. അതിനോടെ നിർത്തി ഞാൻ പടക്കം പൊട്ടിക്കല്. അല്ലടാ ഇതെന്താ കത്തിയെടുത്ത് കളിക്കുന്നേ? വെക്കാടാ
ബില്ലി എന്നാണ് നീ കരഞ്ഞിട്ടും ഇല്ല. അന്ന് കരഞ്ഞ് കൂക്കിയുള്ളത് അത് മമ്മീന്റെ പൊള്ളിയത് കണ്ടിട്ട് സങ്കടായിട്ടാന്നല്ലോ അച്ചു. ആ ഇപ്പൊ ഓർമ്മ വന്നത്. അല്ല അപ്പൊ പേര് വെച്ച് കരഞ്ഞാ ഏയ് എങ്ങനെയാ കരഞ്ഞേ? അങ്ങനെയല്ല കരഞ്ഞല്ലേ? അങ്ങനെയല്ല അച്ചു കാണിച്ചു. ഇപ്പൊ എടാ ഒരിക്കൽ കാണിക്കടാ കരയുന്നത്. കാണിക്കൂ. ഇപ്പൊ കാണിക്ക പ്ലീസ്. ഇപ്പൊ കാണിക്ക പഠിക്ക ഒരു പ്രാവശ്യം. ആക്ഷൻ. കാണിക്കൂ. ഇത് ചിരിക്കലല്ലേ കരിയല്ല. ഞാൻ ഇങ്ങനെ ഒന്ന് പോയാ പാടുന്ന്. പെണ്ണെ ഒന്നും അറിയില്ല. ഇന്നെന്താ പരിപാടി? ഇത് മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ ഒന്നും ആക്കണ്ടേ നമുക്ക്? തിന്നാനുള്ള ആക്കണം. അപ്പാക്കണ്ടേ? കോലപ്പോ ഉള്ളിയപ്പോ കണി വെക്കണ്ടേ നമുക്ക്? ഫ്രണ്ടിനെ വിളിച്ചിനാ നീ വിഷുവിന്? ഞാൻ അമ്മ എന്റെ ഫോട്ടോ നിർത്തരുവാ വീഡിയോ പറക്കുമ്പോട്ടിക്കണേ കാണിച്ചെടുക്കല്ലേ? ഫ്രണ്ടിന് കാണിക്കാനല്ലേ? ഞാൻ മാത്രം കൊന്നപ്പൂ പൊരിക്കാൻ പോണ്ടേ? ഞാൻ കൊന്നപ്പൂ പൊരിക്കാൻ പോണ്ടേ? ഏതാ കൊന്നപ്പൂ? ആർക്കാ കൊന്നപ്പൂ അറിയാ? ജാമ്പൂൻ അറിയാ? ഗോൾഡൻ ഷവർ. നമുക്കതല്ല ഇംഗ്ലീഷ് അറിയാം. കൊന്നപ്പൂ അറിയില്ല. പപ്പന്റെ എക്സസൈസ് മുടക്കണ്ട. ഓക്കെ എല്ലാം ബ്രഷ് ചെയ്തിനാ? ബ്രഷ് ചെയ്താ? എപ്പ നന്നായത്? ഞാനും ചെയ്ത്. വെരി ഗുഡ്. നല്ല കുട്ടികളാണല്ലോ. ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. മമ്മിക്കൊരു പ്രശ്നമില്ല, കലമ്പൊന്നുമില്ല. അതെ മോളെ, മമ്മി ഡീസന്റ് ആയി പോയത്. മമ്മി കലമ്പൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് സങ്കടമല്ലേ? മമ്മി നന്നായി പറ്റി ഒരു ചിന്തയും മമ്മിക്കില്ല. എന്നെ കലമ്പ് ഞാൻ ബ്രഷ് ചെയ്തിട്ടത്. അല്ല ഇത് ഡേഞ്ചർ, ഇതിനെ കൊണ്ട് വിളിക്കണ്ട. കത്തി വേണ്ട. കത്തി ഉണ്ടല്ലോ, ഇതെങ്ങനെ ആക്കുമ്പോ അപ്പുറം കുത്തിപ്പോ. ഇതിനെ കൊണ്ട് വിളിക്കണ്ട അവള്. വെടിയൊന്നും ഇനി വെക്കണ്ട. ഇവിടെ വെക്കുവാ, ദേവ ഇവിടെ വെക്കുവാ. ഇവിടെ വെക്കുക മോള്. ആദ്യം മമ്മീനോട് ചോദിച്ചട്ടെ. അപ്പൊ നേരത്തെ പപ്പ കിടക്കുമ്പോ പപ്പനെ വെടി വെച്ചില്ലേ? ആരാ മമ്മീനാ? കണ്ടാ, മമ്മീനെ വെടിവെക്കാൻ പറഞ്ഞാല് കലമ്പാൻ പറഞ്ഞാല് ആളൊരു ഇത് ഇരട്ടത്തപ്പാന്ന് വെച്ചു. ഇത് പക്ഷഭേദം, പന്തിയിൽ പക്ഷഭേദം പാടില്ല. പപ്പേനോട് മാത്രം ഭയങ്കര കലമ്പലും, മമ്മീനെ ഒരു കലമ്പലും ഇല്ല. മമ്മീനെ വെടിയും വെക്കുന്നില്ല. നോക്കതാ പപ്പ മമ്മീനെ വെടി വെക്കാം. മമ്മീനെ മോള് വെടി വെക്കട്ടെ, പപ്പ വെടി വെക്കാം. മമ്മീനെ വെടിവെക്ക ചാലഞ്ച്. വേറെ പപ്പനെ വെടി വെച്ചു. ഇപ്പൊ ഇല്ല കേട്ടാ. അപ്പൊ നേരത്തെ എന്താ വെച്ചേ പറ? മമ്മിക്കുണ്ടല്ല ഒരു മമ്മീനൊരു ചീയോ ചുവോ ഒന്നും പറയില്ല. അഥവാ മമ്മിയോളെ കലമ്പിട്ടോള് കരഞ്ഞിട്ടുണ്ടല്ല, ഞാൻ വന്ന് മമ്മീനെ കലമ്പാൻ നോക്കുക. ആരാ കലമ്പിയ മോളെ ചോദിക്കുമ്പോ ഓളെന്ന് പറയാ മമ്മിയല്ല മമ്മിയല്ല. അങ്ങനത്തെ നല്ല മോളാണ് ഇവിടെ. ചിലപ്പോ ഉണ്ടല്ല ജാമ്പു ചിലപ്പോ ഓളെ വെറുതെ കലമ്പിട്ട് അടിച്ചിട്ടുണ്ട്, ഓളെ കരയിക്കുക. അപ്പൊ ഞാനോട് കൊറ്റൊരു പപ്പ ഏച്ചി അടിച്ചു മതി. അപ്പൊ ഞാൻ ചോദിക്കും, അച്ചു ഏച്ചിക്കെന്നാ പപ്പ അടി കൊടുക്കും. വേഗം പോയി വടി എടുത്തിട്ടുമ്പോ പപ്പ അടിക്കൊന്നും വേണ്ട. എന്താ മോളെ അടിച്ചല്ലേ, തിരിച്ചടിക്കണ്ടേ? അടിക്കണ്ട പപ്പ, കലമ്പിയാ മതി. ചെറിയൊരു കലമ്പ് കൊടുത്താൽ മതി. ചെറിയൊരു കലമ്പലല്ല, പറഞ്ഞാ മതി, അടിക്കണ്ടെന്ന് പറയുക. അങ്ങനത്തെ നല്ല മോളാണ്. ഒരാൾക്ക് ഇതൊന്നും ഇഷ്ടായിട്ടില്ലേ? ഓളെ മാത്രം അന്നെ പറ്റി ഒന്നും നല്ലത് അപ്പുറത്തെ നല്ല മോളാണ്. മോളാ ഇതാ ഞാൻ പറയുതാ, ഇവളാണ് ഇപ്പൊ ഇതാ നമ്മളെ ആദ്യത്തെ പൊന്നുമോള്. പൊന്നുമോള് മാത്രല്ലേ നമ്മളെ വിഷുവിന് വീടെല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടി ഇതാ
എന്റെ മോളാന്ന് മുന്നിൽ കേട്ടാ. ആ രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ ക്ലീനിങ് ആണ്. ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മമ്മേന്റെ മോളാണ്. ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വൃത്തിയാക്കി വെടിപ്പാക്കി വെക്കും കേട്ടാ. അതോ പറയാണ്ട് അല്ലേ ഞാന് അതുകൊണ്ട് എന്റെ നമുക്ക് സമ്മാനം ഉണ്ട് കേട്ടോ സുധി. വിഷുവിന് സ്പെഷ്യൽ സമ്മാനം പപ്പ എന്നാ വേണ്ട ജാമ്പു. ജാമ്പു ഇപ്പൊ തന്നെ പറഞ്ഞോ, പിന്നെ കിട്ടൂലേ. ഇപ്പൊ തന്നെ പറഞ്ഞോ എന്നാ വേണ്ടത്. പപ്പ വാങ്ങുന്ന വാങ്ങൂല്ലേ ജാമ്പു? ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടോല്ലോ, കുറച്ച് അടുപ്പിക്ക്. എന്താ സ്വപ്നം? അതിനകത്തുണ്ടല്ല, നമ്മളൊരു മാളിൽ പോയി. അവള് പപ്പ പറഞ്ഞ് മോക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് വാങ്ങിക്കോന്നു. അല്ല, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യുന്നതാണ്. ഇത്രയുള്ളൊരു സാധനം കണ്ടേ. അതിന്റെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലം, ഇവിടെ പഠിക്കുന്ന സ്ഥലം, എല്ലാം ആയിട്ടുണ്ട്. ഇങ്ങനെ വലിക്കുന്നത്. അപ്പൊ ഞാൻ പപ്പനോട് കാണിക്കാറ്, പപ്പ പപ്പ ഇത് കാണുന്നത്. പപ്പയെല്ലാം വാങ്ങി തന്നാ? പപ്പനോ അടുത്തത് കാണിക്കുമ്പോ നോ, അടുത്തതും കാണിക്കുമ്പോ നോ, പിന്നെയും കാണിക്കുമ്പോ നോ. അയ്യേ, സ്വപ്നത്തിലെ പപ്പ ശരിക്കും പപ്പയല്ലല്ല. പപ്പ ശരിക്കും വാങ്ങി തരത്തില്ലേ? ഇത് ലാസ്റ്റ് ഉണ്ടല്ലോ, അവിടെ വാങ്ങാണ്ട് നേരെ പോയി. അയ്യോ, സ്വപ്നം കഴിഞ്ഞു തന്നിട്ട് സമാധാനം എല്ലാം കണ്ടില്ലേ നീ? കണ്ടല്ല, സമാധാനം. അപ്പൊ ഈ സമ്മാനൊന്നും വേണ്ട കേട്ടാ. പപ്പ നോ നോ നോ. എല്ലാ സാധനവും സ്വപ്നത്തില് കണ്ടു ഓള്. എന്റെ അച്ഛനോടെ പോയി തോന്നല്ല. അച്ഛട്ടാ എല്ലാരും പോയി. അങ്ങനെ നമ്മൾ മാത്രമായിരിക്കുന്നു. മമ്മീനെ പറയുന്ന വീഡിയോ എടുത്ത്. ഓഹോ, ചേച്ചീനെ നോക്കിയനായിരിക്കും സങ്കടം വന്നിട്ടുണ്ടാവും അല്ലേ? അതെയാ? ആ, അതിന് എന്റെ മോളെ നല്ലത് പറഞ്ഞില്ലല്ലോ. അതിന് ശേഷല്ലേ ചേച്ചീനെ പറഞ്ഞത്. പിന്നെന്തിനാ എന്റെ മോക്ക് സങ്കടം? ഓ, അത് ശരിയാ. എന്റെ മോളെ കെട്ടിപ്പിടിച്ചിനാ? ആ, ചേച്ചിനെ മാത്രമേ കെട്ടിപ്പിടിച്ചുള്ളൂ. ആ, എന്റെ മോളെ മമ്മി കെട്ടിപ്പിടിക്കും. മമ്മി കെട്ടിപ്പിടിക്കും എന്റെ പൊന്നും മോളെ. വാ വാ, നല്ല തങ്കാണ്. തങ്കം അല്ലേ? തങ്കം. എന്റെ മോളെ എത്ര സ്കൂളിൽ എത്ര സമ്മാനം വാങ്ങിയ മോളാണ്. പപ്പ ബേർത്തോണ്ടല്ലേ മോളെ കെട്ടിപ്പിടിക്കാൻ. ഇങ്ങനെ പിടിക്കാം പപ്പ. രണ്ടാളെയും കെട്ടിപ്പിടിക്കാം. അയ്യോ, ആരെയും കെട്ടിപ്പിടിക്കും. അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് വരാം. എന്റെ സുധി ഷാമ്പൂ. എന്റെ മോളുണ്ടല്ലോ, എത്രയാ സമ്മാനം വാങ്ങിയല്ലേ സ്കൂളിന്ന്. സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയല്ലേ മമ്മി? ആ, പിന്നെന്താ, ബാലൻസ് വെച്ചിന് ഫുൾ എ ഗ്രേഡ് എന്റെ മോക്കാണ് കിട്ടിയത്. എന്റെ മോക്ക് പഠിപ്പല്ല സിമ്പിളാന്ന് പറഞ്ഞല്ലേ അച്ചു? ആ, എത്ര സമ്മാനം ഇപ്രാവശ്യം കിട്ടിയിരുന്നറിയാ? പറഞ്ഞാട്ടെ. 4 സമ്മാനം. ഓർമ്മല്ല. അല്ല, എന്നുണ്ട് 5 മറ്റുണ്ടല്ലോ. ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട്. 2 മാല, 3 മാല കിട്ടിയില്ലേ? 3 മാല, 2 ട്രോഫി. 3 മാലയല്ല, 3 ഗോൾഡ് മെഡൽ. ഗോൾഡ് മെഡലും എല്ലാം കിട്ടിയത് എന്റെ മോക്ക്. ചക്കര മുത്ത അല്ലേ? പോരെ, ഇനി വിഷമം മാറിയില്ലേ? ഇനി പോയിട്ട് കളിച്ചോട്ടാ. ഇനി അടുത്താളെ വിഷമം ഇനി മാറ്റണ്ടേ? മോളെ വിഷമം തീർക്കട്ടെ. കെട്ടിപ്പിടിക്കാം. വാ. എവിടെ പോയി? കെട്ടിപ്പിടിക്കണ്ട മോള്. കാണുന്നില്ല. മതി. മമ്മി, എന്നാ ഇന്ന് എന്തല്ല പരിപാടി? വിഷുവിന്റെ സാധനം വാങ്ങൽ പരിപാടി. വെളിച്ചെണ്ണ വാങ്ങണം, പിന്നെ മില്ലിൽ പോയിട്ട് പൊടി വാങ്ങണം, പിന്നെ പച്ചക്കറി സ്ഥലം നോക്കിയിട്ട് അതും വാങ്ങണം. പച്ചക്കറി എല്ലാം വാങ്ങി. പച്ചക്കറി അമ്മ വാങ്ങി. എന്നാ പറഞ്ഞോണ്ടേ? വേറെ എന്താ വേണ്ടേ? പിന്നെ പായസത്തിന് സമയം വാങ്ങണ്ട. എന്നൊരു കാര്യം ചെയ്യാം. 11 മണിക്ക് പോയിട്ട് വെളിച്ചെണ്ണ മില്ലിൽ പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങാം. മക്കളെ കൂട്ടിയിട്ട് മമ്മി വരുന്നുണ്ടെങ്കിൽ റെഡി ആയിക്കോ, ഇല്ല പപ്പയും മക്കളും പോകും. ഓക്കെ, എന്നാ പിന്നെ എന്റെ എക്സസൈസ് പൂർത്തിയാക്കട്ടെ. എല്ലാരും പോയിട്ട് ഫുഡ് കഴിച്ചോ? ഇനി അച്ചു ദേവാ വാ, ഫുഡ് കഴിക്കാൻ വാ. എല്ലാരും 3 ഫുഡ് കഴിക്കാൻ പാട്ടാ. ആ, അനക്ക് അടുക്കളയിൽ കുറെ പണിയുള്ളതാണ്. ഇവരെ നോക്കി നിന്നാ എന്റെ പണിയൊന്നും തീരൂല. മമ്മി 11 മണിക്ക് പോകാനുള്ളതാണ്. ആ, അതെ. ഇങ്ങനെ നോക്കി നിന്നാ എന്റെ പണി തീരൂല കേട്ടാ. ഇത് തുറന്നിട്ടാ? ഇതെങ്ങനെയാടാ തുറക്ക? ആ, അപ്പൊ അപ്പനോട് പറഞ്ഞാ മതി. മമ്മിക്ക് അടുക്കളയില് പണിയുണ്ട് കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ തന്നെ തുടങ്ങി വെച്ചോണ്ട് ഞാൻ തന്നെ അവസാനിപ്പിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടാ. അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ. Okay, bye.